ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ മിനിറ്റ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. UPSC ഇക്കണോമിയാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇക്കണോമിക് പ്ലാനിങ് പഠിക്കാം. ഓക്കെ, ഇക്കണോമിക് പ്ലാനിങ് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഔട്ട്കംസ് കിട്ടാൻ വേണ്ടിയിട്ട്, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്ലാൻസ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഔട്ട്കംസ് നമ്മൾ ഡിസയർ ചെയ്യുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പ്ലാൻസിനെയാണ് പ്ലാൻസ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി വിച്ച് പോയിൻറ്റ് ടു അച്ചീവ് എനി സ്പെസിഫിക് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഔട്ട്കംസ്. അതിനെയാണ് നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാനിങ്ങിനകത്ത് രണ്ട് ടൈപ്പ് പറയുന്നുണ്ട്: ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങും ഇമ്പറേറ്റീവ് പ്ലാനിങ്ങും. ഓക്കെ, സോ അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ഇസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് മിക്സഡ് ഇക്കണോമീസ്. ഓക്കെ, ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് മിക്സഡ് ഇക്കണോമീസിലാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു എ പ്ലാനിങ് സിസ്റ്റം വെയർ ദി സ്റ്റേറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിങ് കമാൻഡ്മെൻറ്റ്സ് ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദ വർക്ക്സ് ഓഫ് ദ മാർക്കറ്റ് by providing strong institutions, private property rights, strong and efficient markets, judicial systems, etc. Under indicative planning system, the role of the state is to indicate and provide directions to the market for their functioning. In such a system, market and state complements each other. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? The state, instead of providing commandments, helps in facilitating the working of the market by providing strong institutions. അപ്പോൾ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ് സിസ്റ്റത്തിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിങ് കമാൻഡ്മെൻറ്റ്സ് ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ദ മാർക്കറ്റ് ബൈ പ്രൊവൈഡിങ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്ത് ഒരു ഓർഡർ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഗവൺമെൻറ് എന്താ ചെയ്യുക? ഫെസിലിറ്റേറ്റ് ദ വർക്കിംഗ് ഓഫ് ദ മാർക്കറ്റ് ബൈ പ്രൊവൈഡിങ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആ മാർക്കറ്റിൻ്റെ വർക്കിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കും. Okay, under indicative planning system, the role of state is to indicate and provide directions to the market. ഇവിടെ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. അതിന് വർക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം എടുക്കുക. ഫ്രാൻസ് ആണ് ഈ ഇൻഡിക്കേറ്റീവ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്ന രാജ്യം. ആൻഡ് ഇന്ത്യ അഡോപ്റ്റഡ് ദ ഇൻഡിക്കേറ്റീവ് പ്ലാനിംഗ് ഇൻ ഫ്രം P7 ഓൺവേർഡ്സ്. അതായത് 7th 5-year പ്ലാൻ മുതൽ അങ്ങോട്ടാണ് ഇന്ത്യ ഇൻഡിക്കേറ്റീവ് പ്ലാനിങ്ങിലേക്ക് മാറിയത്. അതുവരെ ഇന്ത്യക്ക് ഇമ്പറേറ്റീവ് പ്ലാനിങ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് പ്ലാനിങ് ആണ് ഉണ്ടായിരുന്നത്. ഇനി ഇമ്പറേറ്റീവ് പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ഇക്കണോമിക് ഡിസിഷൻസ് ആർ മെയ്ഡ് ത്രൂ ദ സെൻട്രലൈസ്ഡ് പ്ലാനിങ് അതോറിറ്റി, യൂഷ്വലി ദ ഗവൺമെൻറ്. ഇവിടെ ഇക്കണോമിക് ഡിസിഷൻസ്, സാമ്പത്തികപരമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് സർക്കാരായിരിക്കും, ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രലൈസ്ഡ് പ്ലാനിങ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഗവൺമെൻറ്റാണ് ഇക്കണോമിക് ഡിസിഷൻസ് എല്ലാം, സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഗവൺമെൻറ്റാണ് ത്രൂ പ്രോപ്പർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസി ഫ്രെയിമിംഗ്, അതൊക്കെ വഴി ഡിസിഷൻ എടുക്കുന്നത്, സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് വിളിക്കുന്നത്. ദ ഡിസിഷൻസ് പെർട്ടൈനിങ് ടു അലോക്കേഷൻ ഓഫ് ദ സ്കാർസ് റിസോഴ്സസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ചോയ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ്സ് ആൻഡ് ഗോൾസ്. എന്തൊക്കെ അച്ചീവ് ചെയ്യണം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടാർഗറ്റ്സ് ആൻഡ് ഗോൾസ് അനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടാർഗറ്റ്സ് ആൻഡ് ഗോൾസ് അനുസരിച്ച് ഗവൺമെൻറ് സ്കാർസ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്നതിലും, റിസോഴ്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിലും, പിന്നെ ചോയ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്സ് എടുക്കുന്നതിലും ഒക്കെ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ടൈറ്റ് കൺട്രോൾ ബൈ ദ ഗവൺമെൻറ് ആൻഡ് റിജിഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ എ ഹോൾമാർക്ക് ഓഫ് സച്ച് പ്ലാനിംഗ് സിസ്റ്റം. അങ്ങനെ ഒരു പ്ലാനിംഗ് സിസ്റ്റത്തിൻ്റെ റെഗുലേഷൻ ആരാ നടത്തുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റാണ്. ഓക്കെ, അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴിയായിരിക്കും അങ്ങനെ ഒരു പ്ലാനിംഗ് സിസ്റ്റം നടന്നു പോകുന്നത്. ദ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഹാവ് എ വെരി ലിമിറ്റഡ് റോൾ ടു പ്ലേ ഇൻ സച്ച് സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഗവൺമെൻറ്റാണ് ഇക്കണോമിക് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ പോലുള്ള മാർക്കറ്റ് ഫോഴ്സസിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റോള് മാത്രമേ ഇമ്പറേറ്റീവ് പ്ലാനിങ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് പ്ലാനിങ് സിസ്റ്റത്തിൽ ഉള്ളൂ. ഇനി പ്ലാനിങ് ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് മുന്നേ നമ്മുടെ ഇക്കണോമിക് പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഐഡിയ ഓഫ് എ പ്ലാൻഡ് ഇക്കണോമി വാസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ 1930s when our national leaders came under the influence of socialist philosophy. അപ്പോൾ ആദ്യമായിട്ട് പ്ലാൻഡ് ഇക്കണോമി എന്ന് പറയുന്ന ഒരു ഐഡിയ
ഇന്ത്യൻസിൻ്റെ മനസ്സിൽ വന്നു തുടങ്ങിയത് 1930-കളിലാണ്, 1930s. ഓക്കെ, ഇന്ത്യാസ് 5-year plans were very much impressed by the rapid strides achieved by USSR through 5-year plans. ഇന്ത്യയെ 5-year പ്ലാൻസിലേക്ക് ആകർഷിച്ച ഒരു ഫാക്ടർ റഷ്യയാണ്. റഷ്യയുടെ 5-year പ്ലാൻസ് കണ്ടിട്ടാണ് ഇന്ത്യ ഇംപ്രസ്ഡ് ആയത്. അങ്ങനെയാണ് ഇന്ത്യ ഒരു 5-year പ്ലാൻ സ്ട്രാറ്റജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ത്യ ഗോട്ട് ഇംപ്രസ്ഡ് ബൈ ദ 5-year പ്ലാൻ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ റഷ്യ, and as a result India started the 5-year plans. In 1934, Sir M. Vishveshwaraya had published a book titled Planned Economy in India, in which he presented a constructive draft for the development of India in the next 10 years. 1934 എം വിശ്വേശ്വരയ്യ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, പ്ലാൻഡ് ഇക്കണോമി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വരുന്ന 10 വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് എന്ന് വേണ്ടിയിട്ട് ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഹിസ് കോർ ഐഡിയ വാസ് ടു ലേ ഔട്ട് എ പ്ലാൻ ടു ഷിഫ്റ്റ് ലേബർ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രീസ് ആൻഡ് ഡെവലപ്പ് ദ നാഷണൽ ഇൻകം ഇൻ 10 years. അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ലേബറിനെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രീസിലേക്ക് കൂടുതൽ ലേബറിനെ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ 10 വർഷം കൊണ്ട് നാഷണൽ ഇൻകം ഡബിൾ ചെയ്യുക. ദിസ് വാസ് ദ ഫസ്റ്റ് കോൺക്രീറ്റ് സ്കോളർലി വർക്ക് ടുവേർഡ്സ് പ്ലാനിങ്. അപ്പോൾ ഫസ്റ്റ് കോൺക്രീറ്റ് സ്കോളർലി വർക്ക് ടുവേർഡ്സ് പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചാൽ സർ എം വിശ്വേശ്വരയ്യയുടെ പ്ലാൻഡ് ഇക്കണോമി ഇൻ ഇന്ത്യയാണ്. 1934 പബ്ലിഷ് ചെയ്ത പ്ലാൻഡ് ഇക്കണോമി ഇൻ ഇന്ത്യ ബൈ എം വിശ്വേശ്വരയ്യ ഇസ് ദ ഫസ്റ്റ് concrete scholarly work towards planning. The economic perspective of India's freedom movement was formulated during the 30s between 1931 Karachi session of Indian National Congress, 1936 Faizpur session of Indian National Congress. ഇപ്പോൾ ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ് ഫോമുലേറ്റ് ചെയ്തത് 1930s ആ സമയങ്ങളിലാണ്. 1931 കറാച്ചി സെഷൻ, INCയുടെ 1931 കറാച്ചി സെഷനും INCയുടെ തന്നെ 1936 ഫൈസ്പൂർ സെഷനും ഇടയ്ക്കുള്ളൊരു സമയത്തായിരുന്നു. അടുത്തത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഫസ്റ്റ് അറ്റംപ്റ്റ് ടു ഡെവലപ്പ് എ നാഷണൽ പ്ലാൻ ഫോർ ഇന്ത്യ കെയിം അപ്പ് ഇൻ 1938. ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു നാഷണൽ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത് 1938-ലാണ്. ഓക്കെ, ഇൻ ദാറ്റ് ഇയർ കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്ര ബോസ് ഹാഡ് സെറ്റപ്പ് എ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വിത്ത് ജവഹർലാൽ നെഹ്റു ആസ് ഇറ്റ്സ് പ്രസിഡന്റ്. ഫസ്റ്റ് നാഷണൽ കമ്മിറ്റി സെറ്റപ്പ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ് 1938 വിത്ത് നെഹ്റു ആസ് ദ പ്രസിഡന്റ്. However, the reports of the committee could not be prepared and only the first time in 1948-49 some papers came out. പക്ഷേ ആ സമയത്ത് 1938 സമയത്ത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തെങ്കിലും അതിൻ്റെ റിപ്പോർട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ അവർക്ക് അന്ന് പറ്റിയില്ല. ആദ്യമായിട്ട് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കുറച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ ആ വർക്കിങ്ങിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട്സ് കൊണ്ടുവന്നത് 1948-49 സമയങ്ങളിലാണ്. ഇനി നമുക്ക് പ്ലാനിംഗ് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ബോംബെ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ബോംബെ പ്ലാൻ. A small group of influential business leaders in Bombay drew up and published in January 1944 a plan for the economic development of India. 1944 ജനുവരിയിൽ ബോംബെയിലുള്ള കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ബിസിനസ് ലീഡേഴ്സ്, അതായത് മുൻനിര ബിസിനസ്സുകാർ കുറച്ച് പേര് ചേർന്ന് കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാര്യം കൈവരിക്കാൻ വേണ്ടി കുറച്ച് മുൻനിര ബിസിനസ്സുകാർ ചേർന്ന് കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ഈ ബോംബെ പ്ലാൻ 1944 ജനുവരിയിൽ. The Bombay Plan, as it is now popularly called, did not represent the opinion of the whole business community. ഹോൾ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ ബോംബെ പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ഫ്രണ്ട് റാങ്ക് ബിസിനസ്മെൻ മാത്രം ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് ഈ ബോംബെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഹോൾ ബിസിനസ് കമ്മ്യൂണിറ്റി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. But it is claimed public attention because it set forth the considered views of some of the front-rank businessmen and captains of Indian industry. പക്ഷേ എന്നാലും അത് പബ്ലിക് അറ്റൻഷൻ അറ്റൈൻ ചെയ്തു. കാരണം ഇറ്റ് കൺസിഡേർഡ് ദ വ്യൂസ് ഓഫ് സം ഓഫ് ദ ഫ്രണ്ട് റാങ്ക് ബിസിനസ്മെൻ ആൻഡ് ക്യാപ്റ്റൻസ് ഓഫ് ദ ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ മുൻനിര ബിസിനസ്സുകാരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അത്രയും ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഇനി ആരൊക്കെയാണ് മുൻനിര ബിസിനസ്സുകാരെന്ന് നമുക്ക് നോക്കാം. ടാറ്റ ആൻഡ് ബിർള, അവർ രണ്ടുപേരുമാണ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദ ഇനിഷ്യേഷൻ ഓഫ് ദ സ്റ്റഡി. ഈ ഒരു പ്ലാൻ കൊണ്ടുവരാൻ അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിൾ അല്ലെങ്കിൽ പ്രൈമർലി റെസ്പോൺസിബിൾ പ്രധാന കാരണം ആരാണെന്ന് ചോദിച്ചാൽ ടാറ്റ ആൻഡ് ബിർള ആയിരുന്നു. പിന്നെ മറ്റ് കുറച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടെ ഉണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പി ഠാക്കൂർദാസ്, കസ്തൂർഭായ് ലാൽഭായ്, ശ്രീറാം, അർദേശിർ ദലാൽ, എ ഡി ഷ്രോഫ് ആൻഡ് ഡോക്ടർ ജോൺ മത്തായി.
ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്രിപ്പയർ ചെയ്തൊരു പ്ലാനാണ് ഈ ബോംബെ പ്ലാൻ. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് മാർച്ച് 1944 ദ ഫെഡറേഷൻ ഓഫ് Indian Chambers of Commerce, representing all business organizations of the country, endorsed the Bombay Plan at its annual meeting. അങ്ങനെ 1944 മാർച്ച് മാസം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ഈ ബോംബെ പ്ലാൻ അംഗീകരിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് എന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് കോമേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള മുഴുവൻ ബിസിനസ് ഓർഗനൈസേഷൻസിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആണ്. സോ 1944 മാർച്ച് മാസം അവസാനമായപ്പോൾ അവരുടെ ആനുവൽ മീറ്റിങ്ങിൽ ഈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ബോംബെ പ്ലാൻ അംഗീകരിച്ചു. ആൻഡ് ഫ്രം ദെൻ ഓൺ ദ പ്ലാൻ കെയിം ടു ബി റിഗാർഡഡ് ആസ് ദ പ്രൊപ്പോസൽ ഓഫ് ഇന്ത്യാസ് ബിസിനസ് കമ്മ്യൂണിറ്റി ഇഫ് നോട്ട് ഇന്ത്യാസ് ബിഗ് ബിസിനസ്. അന്ന് മുതൽ ഇന്ത്യയുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ഈ ബോംബെ പ്ലാൻ മാറി. Bombay Plan put forward as a basis of discussion a statement in as concrete a form as possible of the objectives to be kept in mind in economic planning in India, the general lines on which development should proceed, and the demands which planning is likely to make on the country's resources. അപ്പോൾ ഈ ബോംബെ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നത്? ദ ഒബ്ജക്റ്റീവ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ഇൻ ഇക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് വേണം, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സോട് കൂടിയാണ് നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ദെൻ ജനറൽ ലൈൻസ് ഓൺ വിച്ച് ഡെവലപ്മെൻറ്റ് ഷുഡ് പ്രൊസീഡ്. അതിൻ്റെ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ജനറൽ ലൈൻസ്. ദെൻ ദ ഡിമാൻഡ്സ് വിച്ച് പ്ലാനിങ് ഈസ് ലൈക്ലി ടു മേക്ക് ഓൺ കൺട്രീസ് റിസോഴ്സസ്. ഓക്കെ, ഡിമാൻഡ് അനുസരിച്ച് കൺട്രിയുടെ റിസോഴ്സസ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്ലാൻ ആർ ടു അച്ചീവ് എ ബാലൻസ്ഡ് ഇക്കണോമി ആൻഡ് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ മാസസ് ഓഫ് പോപ്പുലേഷൻ റാപ്പിഡ്ലി ബൈ ഡബ്ലിംഗ് ദ present per capita income, that is increasing it from $22 to about $45 within a period of 15 years from the time the plan goes into operation. ഈ പ്ലാനിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ബാലൻസ്ഡ് ഇക്കണോമി അച്ചീവ് ചെയ്യുക എന്നതാണ്. ഒരു സന്തുലിതമായ സമ്പദ് വ്യവസ്ഥ അറ്റൈൻ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ മാസസ്, സാധാരണക്കാരുടെ, നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉയർത്തുക, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കുക. $22 നിന്ന് $45 അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിപ്പിക്കുക. ആൻഡ് 15 വർഷത്തിനുള്ളിൽ, ഈ പ്ലാൻ നിലവിൽ വന്ന് 15 വർഷത്തിനുള്ളിൽ പെർ ക്യാപിറ്റ ഇൻകം ഡബിൾ ചെയ്യുക, അതുപോലെ തന്നെ നാഷണൽ ഇൻകം ട്രിപ്പിൾ ചെയ്യുക. അതായിരുന്നു ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഈ പ്ലാൻ നിലവിൽ വന്ന് 15 വർഷത്തിനുള്ളിൽ പെർ ക്യാപിറ്റ ഇൻകം ഡബിൾ ചെയ്യുക, നാഷണൽ ഇൻകം ട്രിപ്പിൾ ചെയ്യുക. അതായിരുന്നു ഈ പ്ലാനിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. The planners have laid down minimum living standards on the basis of about 2,800 calories of well-balanced food a day for each person. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് മിനിമം 2,800 കാലറി ഓഫ് വെൽ ബാലൻസ്ഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം, 30 yards ഓഫ് ക്ലോത്തിങ് പ്രൊവൈഡ് ചെയ്യണം, 100 square feet ഓഫ് ഹൗസിങ്, ഇത്രയും പ്രൊവൈഡ് ചെയ്യും എന്നാണ് ഈ ഒരു പ്ലാൻ പ്രകാരം പറഞ്ഞിരുന്നത്. ആൻഡ് ദേ ഓൾസോ ഔട്ട്ലൈൻ ദ മിനിമം നീഡ്സ് ഫോർ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, വാട്ടർ സപ്ലൈ, വില്ലേജ് ഡിസ്പെൻസറീസ് ആൻഡ് ഹോസ്പിറ്റൽസ്. അത് മാത്രമല്ല ഒരു വ്യക്തിക്ക് വേണ്ട ബേസിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ്, മിനിമം നീഡ്സ് ഫോർ എലിമെൻ്ററി എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, വാട്ടർ സപ്ലൈ, വില്ലേജ് ഡിസ്പെൻസറീസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. The plan points out that absolutely minimum needs require an annual income of at least $25. അപ്പോൾ ഈ പ്ലാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് $25 വേണം, $25 വേണം. ഈ മിനിമം നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഒരു വ്യക്തിക്ക് ആനുവൽ ഇൻകം $25 എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. പക്ഷേ ഇപ്പോൾ ഇൻകം ഓഫ് ദ കൺട്രി വെയർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് വുഡ് ഗീവ് ഈച്ച് ഇൻഡിവിജ്വൽ ഓൺലി അബൌട്ട് $22. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഇൻകം മുഴുവനും എല്ലാവർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു ഇൻഡിവിജ്വലിന് $22 മാത്രമേ ലഭിക്കുകയുള്ളൂ. The shares of agriculture, industry and services in the total production is to be changed from 53, 17 and 22%. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസസ് ഇതിലെല്ലാം ഉള്ള ഷെയർസ് അത് ആദ്യം 53, 17, 22% ഇങ്ങനെയായിരുന്നു. അത് 40, 35, 20% ആയിട്ട് ചേഞ്ച് ചെയ്യണം എന്നൊരു ആവശ്യവും പറഞ്ഞു. The plan emphasizes the importance of the basic industries but also calls for the development of consumption goods industries in the early years of plan. ബേസിക് ഇൻഡസ്ട്രീസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഈ പ്ലാനിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ കോൾസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കൺസംഷൻ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, കൺസംഷൻ ഗുഡ്സ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിനും കൂടെ ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. കൺസംഷൻ ഗുഡ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഒരു ഇക്കണോമിയിൽ വരുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതിനെ തന്നെയാണ് നമ്മൾ കൺസംഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
Power heads the list of basic industries which are to be developed, followed by mining and metallurgy, engineering, chemicals, armaments, transport, cement and others. ഇതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രി ഏതാണെന്ന് വെച്ചാൽ പവറാണ്. അത് കഴിഞ്ഞ് അതിനെ ഫോളോ ചെയ്ത് മൈനിങ് ആൻഡ് മെറ്റലർജി, എഞ്ചിനീയറിംഗ്, കെമിക്കൽസ്, ട്രാൻസ്പോർട്ട്, സിമെൻറ്റ് ഒക്കെ വരും. The plan proposes doubling the present total of 3 lakh miles of roads. At present 3 lakh miles of roads ആണ് ഉള്ളത് എങ്കിൽ അതിനെ ഡബിൾ ചെയ്യുക. ഈ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഡബിൾ ചെയ്യുക. അതുമാത്രമല്ല റെയിൽവേ മൈലേജ് 41,000 മൈൽസ് എന്നുള്ളത് 50% കൂട്ടുക. ദെൻ എക്സ്പാൻഡിങ് കോസ്റ്റൽ ഷിപ്പിംഗ് എക്സ്പാൻഡ് ചെയ്യുക. ആൻഡ് $15 crores ഹാർബേഴ്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക. Then the plan offers a comprehensive program of mass education, public education, സാധാരണക്കാരുടെ വിദ്യാഭ്യാസം, including primary, secondary, vocational and university schooling. Provision is also made for adult education. Adult education provision ഇതിനകത്തുണ്ട്. ആൻഡ് സയൻറ്റിഫിക് ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളും ഈ ബോംബെ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സർവോദയ പ്ലാൻ നോക്കാം. 1950 ഈ സർവോദയ പ്ലാൻ വരുന്നത്. ഡ്രാഫ്റ്റ് ചെയ്തത് ജയപ്രകാശ് നാരായണനാണ്. ആൻഡ് ദ പ്ലാൻ വാസ് മെയിൻലി ഇൻസ്പയർഡ് ബൈ ഗാന്ധിയൻ പ്ലാൻ provided by S.N. Agarwal and idea of Sarvodaya presented by another Gandhian leader Vinoba Bhave. അപ്പോൾ ഗാന്ധിയൻ പ്ലാനിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഈ സർവോദയ പ്ലാൻ ഉണ്ടായത്. Okay, Sarvodaya plan put forward and emphasized the importance of agriculture and village industries, especially small-scale textile and cottage industries, in the process of economic development. ഇതിനകത്ത് ഈ സർവോദയ പ്ലാൻ മെയിനായിട്ട് എംഫസൈസ് ചെയ്തിരുന്നത് എന്തിനെയാണ്? അഗ്രികൾച്ചറിനും വില്ലേജ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. The plan also recommended Luddite approach and was pessimistic towards the usage of foreign technology. ഇവർ സ്വദേശവൽക്കരണത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു ഈ സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല. സോ സ്വദേശവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഫോറിൻ ടെക്നോളജിയോട് ഇവർക്കൊരു പെസിമിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ് ഈ പ്ലാനിനുണ്ടായിരുന്നത്. The most important and well-acclaimed part of the plan was its emphasis upon land reforms and decentralized participatory people planning. ഈ പ്ലാനിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണിത്. എംഫസിസ് അപ്പോൺ ലാൻഡ് റിഫോംസ്, ഒരുപാട് ലാൻഡ് റിഫോം പോളിസീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പാർട്ടിസിപ്പേറ്ററി പീപ്പിൾ പ്ലാനിങ്. അപ്പോൾ സർവോദയ പ്ലാനാണ് ഡീസെൻട്രലൈസ്ഡ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് അതിന് സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ അഡ്രസ്സിങ് ദെയർ ഓൺ ഡെവലപ്മെൻറ്റ്. ജനങ്ങൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ അഡ്രസ്സിങ് ദെയർ ഓൺ ഡെവലപ്മെൻറ്റ്, അവരുടെ തന്നെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് പറ്റും. ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇസ് പോസിബിൾ. നെക്സ്റ്റ്, People's Plan was authored by M.N. Roy and drafted by Post-War Reconstruction Committee of the Indian Federation of Labour. People's Planൻ്റെ ഓതർ M.N. റോയ് ആണ്. അത് ഡ്രാഫ്റ്റ് ചെയ്തത് പോസ്റ്റ്-വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ ആണ്. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറിൻ്റെ പോസ്റ്റ്-വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റിയാണ് പീപ്പിൾസ് പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തത്. The objective of the plan is to provide for satisfaction of immediate basic needs of Indian people within a period of 10 years. 10 വർഷത്തിനുള്ളിൽ ഈ പ്ലാൻ വന്ന് 10 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ ഇമ്മീഡിയറ്റ് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് ഈ പ്ലാനിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. The objective is to be achieved by expanding production and by ensuring an equitable distribution of goods produced. പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഈ രണ്ട് കാര്യങ്ങൾ വഴിയാണ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ്? പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, ഉൽപ്പാദിപ്പിച്ച പ്രോഡക്ട്സിൻ്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഇംപാർഷ്യൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. Therefore, the plan prescribes increased production in every sphere of economic activity. അങ്ങനെ ഈ പ്ലാൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷനാണ്, എല്ലാ മേഖലകളിലും ഇൻക്രീസ്ഡ് പ്രൊഡക്ഷനാണ് ഈ ഒരു പ്ലാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് മെയിൻ എംഫസൈസ് ഈസ് ഓൺ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, സിൻസ് ഇറ്റ്സ് ഓതേഴ്സ് ബിലീവ് ദാറ്റ് പർച്ചേസിംഗ് പവർ ഓഫ് ദ പീപ്പിൾ cannot be raised unless agriculture, which is the biggest occupation in the country, becomes a paying proposition. പീപ്പിൾസ് പ്ലാൻ മെയിനായിട്ട് എംഫസൈസ് ചെയ്തിരുന്നത് അഗ്രികൾച്ചറിനാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന്. കാരണം അവർ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്ലാനിൻ്റെ ഓതേഴ്സ് വിശ്വസിച്ചിരുന്നത് പർച്ചേസിംഗ് പവർ ഓഫ് ദ പീപ്പിൾ cannot be raised unless agriculture becomes a paying proposition.
അഗ്രികൾച്ചറിനെ ഒരു പേയിങ് പ്രൊപ്പോസിഷൻ ആക്കാതെ, അതായത് അവർ ചെയ്യുന്ന ആ അഗ്രികൾച്ചർ എന്ന് പറയുന്ന തൊഴിലിന് അവർക്ക് പേയ്മെൻറ്റ് കിട്ടാതെ അവരുടെ പർച്ചേസിങ് പവർ, ഈ സാധാരണക്കാരുടെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ അവരുടെ ജോലിക്ക് പകരമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കാതെ അവരുടെ പർച്ചേസിങ് പവർ കൊണ്ടുവരാൻ പറ്റില്ല, അവർക്ക് പർച്ചേസിങ് പവർ ഉണ്ടാവില്ല എന്നാണ് ഈ പീപ്പിൾസ് പ്ലാനിൻ്റെ ഓഥർ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, ഇന്ത്യ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ. Agriculture, it is argued, forms the foundation of a planned economy for India. Apart from nationalization of land and compulsory scaling down of rural indebtedness, the plan formulates two schemes for increasing agricultural production. Agricultural production കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന സ്കീംസൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതായത് ലാൻഡ് നാഷണലൈസേഷനും റൂറൽ ഇൻഡെപ്റ്റഡ്നെസ് ആൻഡ് എക്സ്റ്റെൻഷൻ ഓഫ് ദ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ. ഇപ്പോൾ കൾട്ടിവേഷനിലിരിക്കുന്ന ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് കൾട്ടിവേഷനിൻ്റെ ഏരിയ വിച്ച് ഇസ് ഓൾറെഡി അണ്ടർ കൾട്ടിവേഷൻ. ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് കൾട്ടിവേഷൻ കൂട്ടുക. ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രി, ദ പീപ്പിൾസ് പ്ലാൻ ഗീവ്സ് പ്രയോറിറ്റി ടു ദ മാനുഫാക്ചർ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. ഇൻഡസ്ട്രിയുടെ കേസിൽ പീപ്പിൾസ് പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? കൺസ്യൂമർ ഗുഡ്സിൻ്റെ മാനുഫാക്ചറിനാണ്. ഓക്കെ, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ഇക്കണോമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കൺസ്യൂമർ ഗുഡ്സ്. ഇൻ്റർമീഡിയറി ഗുഡ്സ് അല്ല, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനെ അല്ല ഉദ്ദേശിക്കുന്നത്, ഫൈനൽ ഗുഡ്സിനെയാണ്. സോ കൺസ്യൂമർ ഗുഡ്സിൻ്റെ മാനുഫാക്ചറിനാണ് പീപ്പിൾസ് പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ആസ് എ ലാർജ് വോളിയൂം ഓഫ് ഡിമാൻഡ് ഫോർ എസെൻഷ്യൽ ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി remains perpetually unsatisfied, the goal of planned economy in industry must be to satisfy it first. ഡിമാൻഡ് ഫോർ എസെൻഷ്യൽ ഗുഡ് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഡിമാൻഡ് ഫോർ എസെൻഷ്യൽ ഗുഡ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് ആദ്യം സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം മറ്റ് സ്റ്റെപ്സിലേക്ക് പോകാൻ. ദ പീപ്പിൾസ് പ്ലാൻ അറ്റാച്ചസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ടു റെയിൽവേ, റോഡ്, ഷിപ്പിംഗ് ഇൻ എ പ്ലാൻഡ് ഇക്കോണമി. റെയിൽവേ, റോഡ്, ഷിപ്പിംഗ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പീപ്പിൾസ് പ്ലാൻ. Then, therefore, it recommends the rapid development of means of communication and transport to cope with increased movement of goods and traffic between town arid country. So, അപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് പ്ലാനാണ്? പീപ്പിൾസ് പ്ലാൻ തന്നെയാണ്. ഈ പീപ്പിൾസ് പ്ലാനിനെയാണ് റാഡിക്കൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പീപ്പിൾസ് പ്ലാൻ is also called റാഡിക്കൽ പ്ലാൻ. Next, Gandhian plan. Gandhian plan was put forward by Sriram Narayan Agarwal in 1944, who was principal of Wardha Commercial College. It was a modest and idealist kind of plan. 1944 ശ്രീറാം നാരായൺ അഗർവാൾ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവന്നത്. അദ്ദേഹം വാർധ കൊമേഴ്ഷ്യൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 5 year plans ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.